മലയാളി മക്കളെ വണക്കം. ഇന്ന് സേതുപതി സാറിൻ്റെ എപ്പിസോഡായിരുന്നു. നമ്മുടെ ഗോവ ഗ്യാങ്ങിനെ പൊടിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈവിൽ ഏഞ്ചൽ ടാസ്ക് അതിനെപ്പറ്റിയാണ് കേട്ടോ കൂടുതൽ സംസാരിച്ചിരിക്കുന്നത്. അപ്പം ഈ ആഴ്ചയാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ കളിക്കാൻ വേണ്ടി വിട്ട കുറേ പിശാചുക്കൾ, അതായത് പ്രേതങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഗെയിം കൃത്യമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല. തനിക്കിഷ്ടമുള്ള ആൾക്കാരെ അവോയ്ഡ് ചെയ്ത് ഇഷ്ടമില്ലാത്തവരെയൊക്കെ പിടിച്ച് അവരെ മാത്രം ടാർഗറ്റ് ചെയ്തു. അതേപോലെ കുറേ പേരെ കോർണർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗെയിം നന്നായിട്ട് കളിച്ചില്ല. ഇവരുടെ ഈ ഗ്യാങ് കൊണ്ട് ഗെയിമിനെ ബാധിക്കുന്നു എന്നൊക്കെ സേതുപതി സാർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റാണ്. അവർ ആ ഗെയിം ഉള്ളതുകൊണ്ടാണ് സൗന്ദര്യം പോലും കളിക്കാതെ. നേരത്തെ സൗന്ദര്യമൊക്കെ നന്നായിട്ട് കളിച്ചിരുന്നു. റയാനുള്ളതുകൊണ്ട് സൗന്ദര്യം കളിക്കുന്നില്ല. അതേപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും ഗെയിം വന്നു കഴിയുമ്പം കളിക്കാൻ പറ്റാതായി വരുന്നൊരവസ്ഥ നമ്മളും കാണുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോൾ ഫ്രൈഡേയിൽ കാണിക്കുകയാണ്. ഫ്രൈഡേ എനിക്ക് കുറേ നാളായിട്ടുള്ള ഡൗട്ടാണ്. ഫ്രൈഡേ ഇവർക്ക് ഹോളിഡേ ആണ്, അതായത് ഉറങ്ങുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. അപ്പം രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ ദീപക് വന്നിട്ട് ജെഫ്രിയോട് പറയണേ എനിക്ക് വയറ് ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ട്, എനിക്ക് ചായ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജെഫ്രി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ രഞ്ജിത്തും ജെഫ്രിയും കുടിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് രാവിലെ ആയിക്കഴിയുമ്പോൾ പവിത്ര ചായ ഇടാൻ തുടങ്ങുമ്പം ജെഫ്രിക്ക് വേണമെന്ന് പറയുന്നു എന്ന് സൗന്ദര്യോട് പറയുന്നുണ്ട്. സൗന്ദര്യം വന്ന് ചോദിക്കുന്നു ജെഫ്രിക്ക് വേണമെന്ന് ചോദിച്ചോ, എന്നാണോ രഞ്ജിത്തിനോടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആയിട്ടേക്ക് ഞങ്ങൾക്കും വേണമെന്ന് പറഞ്ഞു. ഉടനെ സൗന്ദര്യം ലിവിങ് ഏരിയ വന്നിട്ട് ഉടനെ പറഞ്ഞു, എല്ലാവരും കൂട്ടി ഇരുന്നിട്ട് പറഞ്ഞു രാവിലെ ജെഫ്രിക്ക് പാൽ വെച്ച് ചായ കൊടുത്തതാണ്. ജെഫ്രിയും കുടിച്ചാണ്, രഞ്ജിത്തണ്ണനും കുടിച്ചാണ്. അതേപോലെ തന്നെ പവിത്ര ഇട്ടപ്പോൾ അവർക്ക് അപ്പോഴും വേണം. നല്ല ദർശിക ഇത് തന്നെയല്ല ചെയ്തതെന്ന് എടുത്ത് കാണിച്ചുകൊണ്ട് കൂട്ടുകാരാണെങ്കിലും എടുത്ത് കാണിക്കുക, അഡ്രസ്സ് ചെയ്യുക തന്നെ ചെയ്തിട്ടുണ്ട്. അതൊന്നും നല്ലൊരു കാര്യമാണ്. പക്ഷേ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡാണല്ലോ, അതിന് വേണ്ടിയാണോ എന്നും എനിക്കറിയത്തില്ല കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഫുഡൊക്കെ അവർക്ക് പണിഷ്മെൻറ്റ് ടാസ്ക് നടക്കാൻ വീണ്ടും ഫുഡ് വരുന്നുണ്ട്. സൗന്ദര്യയ്ക്കും ജാക്ലിനും അതേ സാമ്പാർ സാധനം, പക്ഷെ ഉപ്പില്ല. സൗന്ദര്യ കരയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നെറ്റ്ഫ്ലിക്സ് ടാസ്ക് വരുന്നുണ്ട്. അതായത് 2 ഗ്രൂപ്പായിട്ട് തിരിയുക. അത് കഴിയുമ്പം നമ്മുടെ ക്യൂ കാർഡിനകത്തൊരു പടത്തിൻ്റെ പേര് കാണും, അത് വരച്ച് കാണിച്ചു കൊടുത്തിട്ട് ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. 2 ഗ്രൂപ്പും ജയിച്ചായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് അവർക്ക് പോപ്കോണും കോളയും വരുന്നുണ്ട്. സൗന്ദര്യയും ജാക്ലിനും മാത്രം ലിവിങ് ഏരിയ ഇരുന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പോയി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം ജാക്ലിനും നോക്കിയിരിക്കുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം. അത് കഴിയുമ്പോഴത്തേക്ക് കുറേ നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സൗന്ദര്യം ജാക്ലിനും ലിവിങ് ഏരിയ പോയി നമ്മുടെ സ്റ്റോറിൽ പോയി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കും പോപ്കോണും കോളയും കിട്ടുന്നുണ്ട്. അതോടുകൂടി നിങ്ങളുടെ പണിഷ്മെൻറ്റ് ടാസ്ക് ഇവിടെ തിരിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. മൂവി നൈറ്റാണ്, അമരനാണ് കാണുന്നത്. ഫസ്റ്റ് ടൈം അന്ന് അവർ പറയുന്നത് തമിഴിൽ സീസണിൽ ഫസ്റ്റ് ടൈമാണ് മൂവി നൈറ്റ് വരുന്നത്. അങ്ങനെ അമരൻ കാണുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിയുമ്പോൾ ഫ്രണ്ട്സ് ഗ്യാങ് മാറുന്നില്ല. എന്നാണെങ്കിലും ഇത്ര ഇതാന്ന് പറഞ്ഞാലും ഫ്രണ്ട്സിൻ്റെ ആ ഗ്യാങ് ഇതുവരെ മാറുന്നില്ല എന്ന് സേതുപതി സാർ പറയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രേക്കൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ഏഞ്ചൽസിനോടൊക്കെ ഹൗസ് മേറ്റ്സിനോട് ചോദിക്കുകയാണ് ഡെവിൾസും ഏഞ്ചൽസും ആ ടാസ്കിൽ ഡെവിൾസിൽ നന്നായിട്ട് കളിച്ചില്ല ഫോർ ഡേ 1 ഡേ 2 അത് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അതിനു മുന്നേ മഞ്ചരി, രഞ്ജിത്ത്, ദീപക്, ദർശക ഇവരുടെ മേക്കപ്പ് നല്ലതായിരുന്നെന്ന് പറയുന്നുണ്ട് കേട്ടോ സേതുപതി സാറ്. അതേപോലെ തന്നെ ഗ്യാങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിയുമ്പം സൗന്ദര്യം ജാക്ലിൻ, അതായത് മറ്റേ രഞ്ജിത്തുമായിട്ടുള്ള ഒരു വഴക്കില്ലായിരുന്നോ, അത് എന്തിനാണെന്ന് എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്. രഞ്ജിത്തിനോട് ചോദിക്കുന്നുണ്ട്, അതായത് 2 ഡെവിളിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഡെവിൾ ഫസ്റ്റിൽ ആരൊക്കെയായിരുന്നു ഇങ്ങനെ കളിച്ചിരുന്നു കൊള്ളായിരുന്നു എന്ന് പറഞ്ഞാൽ മഞ്ചരിയെ കുറ്റം പറയുന്നുണ്ടെങ്കിലും സേതുപതി സാർ പറയുന്നില്ല. കാരണം മഞ്ചരി നന്നായിട്ട് കളിച്ചിട്ടുള്ള ഒരു കുട്ടിയെ, കളിക്കാത്ത ഒത്തിരി പേരുണ്ടല്ലോ. അതിപ്പോൾ നമ്മുടെ ജാക്ലിനോട് ചോദിക്കും, ജാക്ലിന് ആൻസർ ഇല്ല. പക്ഷേ സൗന്ദര്യം ഏതാണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്യാങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ തന്നെ അവർക്ക് പറയാനൊരു വോയിസ് ഇല്ല. കളിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ, വിചാരിച്ചാൽ കളിക്കാവുന്നൊരു ടാസ്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 2 പേരും ഓപ്പോസിറ്റ് അല്ലേ, അവരും കൂടി ഇവർ കൂട്ടത്തിലായിരുന്നെങ്കിൽ ഇവർ ഗ്യാങ്ങായിട്ട് ഭയങ്കരമായിട്ട് ആക്രമിച്ചേനെ എന്ന് എനിക്ക് തോന്നുന്നു. അതിപ്പോൾ ദീപക്കിനുണ്ട് സൂപ്പറാണ്, അതായത് മേക്കപ്പും അതുപോലെ ഓൾ ഇൻ ഓൾ നല്ലതായിരുന്നു. ഡെവിളായിട്ടും നല്ലതായിരുന്നു, ഏഞ്ചലായിട്ടും നല്ലതായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഒന്ന് ഗോവ ഗ്യാങ്ങിനെ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങൾക്ക് കുറച്ച് റൂൾസൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ബിഗ് ബോസിന് റൂൾസ് അല്ലാതെ നിങ്ങൾക്ക് റൂൾസ്, ബിഗ് ബോസിൻ്റെ റൂൾ അനുസരിക്കുന്നില്ല, നിങ്ങൾക്കായിട്ട് ഒരു റൂൾസ് വെച്ചിട്ടുണ്ടല്ലോ ചോദിക്കുന്നുണ്ട്. ആ റൂൾസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേപ്പറിൽ സേതുപതി സാർ എഴുതിക്കൊണ്ട് വരുന്നത് ഇത് ഇന്നതാന്നൊക്കെ പറഞ്ഞ് എഴുതിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാങ്ങിൻ്റെ സോങ് ഒക്കെ പാടിക്കുന്നത് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇവരെയൊക്കെ. പിന്നീട് മറ്റുള്ളവരോട് ചോദിക്കും, ഇവർ ഗ്യാങ് കാരണം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ
അഫക്റ്റ് ആയിട്ടുണ്ട് പറയുമ്പോഴത്തേക്ക് ഇവർ നമ്മൾ ഒറ്റയ്ക്ക് ഇവരോട് ഒരു കാര്യം പറയാൻ പോകുമ്പോൾ ഗ്യാങ്ങായിട്ട് അറ്റാക്ക് ചെയ്യുന്നു, ഒരാളെ കോർണർ ചെയ്യുന്നുണ്ട്. നമ്മൾ ടാസ്ക് ബേസിൽ എന്തെങ്കിലും പറയുമ്പോൾ അവർ മറ്റുള്ള എല്ലാവരും കയറി വരുന്നുണ്ട്. അത് നമുക്ക് നമ്മുടെ ഗ്യാങ് ഈ ടാസ്കിനെ തന്നെ ഇല്ലാണ്ടാക്കുന്നുണ്ട്. ഇനിയൊരു ഘട്ടം എത്തും ഇവർ തന്നെ പിരിയേണ്ട ഗതികേട് വരും എന്നൊക്കെ ഗ്യാങ് നല്ലതല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മഞ്ജരി ആനന്ദിയൊക്കെ പറയുന്നുണ്ട്. അത് നേരെ അവസാനം ഫൈനലി പറഞ്ഞേക്കുക ഗ്യാങ്ങൊക്കെ നല്ലതാണ്, കളിയിൽ പക്ഷേ അതൊന്നും കാണാൻ പാടില്ല, ടാസ്കിനെ ബാധിക്കാൻ പാടില്ല. ഇല്ല, നിങ്ങൾക്ക് ഇതേ പറ്റത്തുള്ളൂ, ഇവരെ ഇനി സപ്പോർട്ട് ചെയ്യേ പറ്റത്തുള്ളെങ്കിൽ ഡോർ തുറന്ന് വെളിയിൽ പോകുന്നോളൂ, വെളിയിൽ പോകുന്നിരുന്ന് സപ്പോർട്ട് ചെയ്തോളാം സാറ് പറഞ്ഞിട്ട് ആ പേപ്പർ, ആ റൂൾസൊക്കെ എഴുതിക്കൊണ്ട് വന്ന പേപ്പർ കീറിക്കളയുകയാണ്. എന്നിട്ട് ബാലൻസ് ഉള്ള ഇനി നാളെ സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്നാണ് സൗന്ദര്യയും ജാക്ലിനും സേഫാന്ന് പറയുന്നുണ്ട്. ഇനിയെങ്കിലും ഇൻഡിവിജ്വലായിട്ട് കളിക്കൂ, നന്നായിട്ട് കളിക്കൂ എന്നും കൂടെ വോൺ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉള്ളൂ. നാളെ റയ്യാനാണോ പോകുന്നത് എനിക്കൊരു ഡൗട്ടുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ.